ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിശ ക്ലബ്ബ് സംസ്കാരം നമ്മുടെ സംസ്കാരത്തെയും കുടുംബജീവിതത്തെയും തകർക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം പുനഃസ്ഥാപിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചെന്നാരോപിച്ച് കോഴിക്കോട് നഗരത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം. സർഗാലയ അന്താരാഷ്ട്ര കലാ കരകൗശലമേള ഡിസംബർ 23 മുതൽ ജനുവരി 11 വരെ ഇരിങ്ങലിൽ. കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതിയിലേക്ക് വി സജീവ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നിശ ക്ലബ്ബ് സംസ്കാരം നല്ലതല്ലെന്നും അത് നമ്മുടെ സംസ്കാരത്തെയും കുടുംബജീവിതത്തെയും തകർക്കുമെന്നും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കോഴിക്കോട്ടെ ഗോവ വിമോചന ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ട് നടന്ന ഗോവ വിമോചന ദിനാചരണം കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. നിശ ക്ലബ്ബ് സംസ്കാരം നല്ലതല്ലെന്ന് ഗവർണർ പറഞ്ഞു. ഗോവയിൽ അടുത്ത കാലത്തുണ്ടായ നിശ ക്ലബ്ബ് ദുരന്തത്തെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കവെയാണ് ഗവർണർ ഈ കാര്യം വിശദീകരിച്ചത്. ദുരന്തത്തിൽ ഖേദമുണ്ടെന്നും മരിച്ചവരുടെ ആശ്രിതർക്ക് സഹായം നൽകണമെന്നും ഗവർണർ പറഞ്ഞു. Who is allowing to flourish this culture of nightclub? Why we should allow? I will just tell you one incident in that particular happening. I am pained at a different angle. Why this family felt that we should go to this nightclub culture and watch all those cabaret dancers? That too at night and at 12:30 in the night, and go there, enjoy there. What was the enjoyment there? If you see the video clipping of that particular incident, you will feel ashamed to see that the girl dancing there, and our people go there for enjoyment. This is one. This itself saddens me every time. Why should we feel so? This nightclub culture is destroying our culture, destroying our family life. ഗോവ വിമോചന പോരാളികളുടെ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സര വിജയികൾക്ക് ഗവർണർ സമ്മാനങ്ങൾ നൽകി. ഗോവ വിമോചന സ്മരണ സമിതി മുഖ്യ രക്ഷാധികാരി കൂടിയായ മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു, K ശ്രീകുമാർ, A ദേവദാസ്, അനൂപ് കുന്നത്ത് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം പുനഃസ്ഥാപിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ. പെൻഷൻ ദിനാചരണത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ പെൻഷൻ ദിനാചരണ പരിപാടികൾ കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. മുൻകാല പെൻഷൻകാർക്ക് പ്രയോജനകരമല്ലാത്ത കേന്ദ്ര സർക്കാരിന്റെ ഫിനാൻസ് ബിൽ 2025 പിൻവലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. പെൻഷൻ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന കൺവെൻഷൻ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി C അപ്പുക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ ഇല്ലാതാവുന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ പെൻഷൻ ദിനം എന്നൊരു മരണക്കാരുടെ മാഗ്നാകാർട്ട എന്ന് പറയുന്ന ആ വിധിന്യായം, ഭരണഘടനയുടെ ഫുൾ ബെഞ്ച് വിധിച്ച വിധിന്യായം, ഭരണഘടനാ വ്യവസ്ഥകൾ ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കിയത്. അതിൽ നിന്ന് എന്തിനാണോ നഗാര കേസിൽ സുപ്രീം കോടതി വിധിച്ചത്, ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല പെൻഷൻകാരോട്. അവരെന്ന് റിട്ടയർ ചെയ്തു എന്നതല്ല, പെൻഷൻകാരൻ ഇന്ന് റിട്ടയർ ചെയ്യുന്ന പെൻഷൻകാരന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ
എത്ര കാലം മുമ്പ് റിട്ടയർ ചെയ്ത പെൻഷൻകാരനും ലഭിക്കാൻ അർഹതയുണ്ട്. ഒരു തരത്തിലുള്ള വിവേചനവും ഇതിന്റെ ഭാഗമായി ഉണ്ടാകാൻ പാടില്ല. ഇതാരുടെയും ഔദാര്യമല്ല. സേവനകാലത്ത് അവൻ ആർജിച്ച വേതനത്തിൽ നിന്ന് മാറ്റിവെക്കപ്പെട്ട വിഭവമാണ് അവന്റെ പെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പെൻഷൻകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെൻഷൻകാരന്റെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നഗാര കേസ്, ആ നഗാര കേസിനുള്ള ആ വിവേചനം എന്താണോ, എന്തിനെതിരായിട്ടാണോ സുപ്രീം കോടതി വിവേചനത്തിനെതിരായിട്ടുള്ള വിധി പ്രഖ്യാപിച്ചത്, അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് വകുപ്പുണ്ടെങ്കിലും കോടതികൾ എന്ത് വിധിച്ചാലും ഗവൺമെന്റുകൾ എന്ത് നിയമം പാസാക്കിയാലും അതൊന്നും ബാധകമല്ലെന്നും കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന തീയതി അതിന് മാത്രമേ പെൻഷൻകാരന് ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതുള്ളെന്നും അവന് റിട്ടയർമെന്റ് ഡേറ്റാണ് അവന് ആനുകൂല്യങ്ങൾ കിട്ടേണ്ട കട്ട് ഓഫ് ഡേറ്റ് എന്നൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഭരണഘടനാ വ്യവസ്ഥകളെയും നഗാര കേസ് വിധിന്യായത്തൊക്കെ കടലിലെറിഞ്ഞുകൊണ്ടുള്ള നിയമനിർമ്മാണം നടത്തിയതിനു ശേഷം ആദ്യമായി ആചരിക്കുന്ന പെൻഷൻ ദിനമാണ്. നക്കാര കേസ് വിധിന്യായവും കേന്ദ്ര പെൻഷൻ നിയമ ഭേദഗതിയും എന്ന വിഷയത്തിൽ പ്രൊഫസർ ടി.പി. കുഞ്ഞിക്കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് കെ.വി. ജോസഫ് അധ്യക്ഷനായിരുന്നു. ടി.വി. ഗിരിജ, എ. വേലായുധൻ, ടി.കെ. സുകുമാരൻ, എടത്തിൽ ഗംഗാധരൻ, കെ.വി. രാഘവൻ, സി. അശോകൻ, എൻ.കെ. ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചെന്നാരോപിച്ച് കോഴിക്കോട് നഗരത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. പ്രകടനത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളും കെ.പി.സി.സി ഭാരവാഹികളും നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതിലും പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കിയതിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ചിന് ഡി.സി.സി ജില്ലാ പ്രസിഡന്റ് കെ. പ്രവീൺ കുമാർ, കെ.പി.സി.സി ജനറൽ സെക്രട്ടറിമാരായ പി.എം. നിയാസ്, വിദ്യാ ബാലകൃഷ്ണൻ, ഹൗസ് ഫെഡ് ചെയർമാൻ കെ.സി. അബു, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി കെ.എം. അഭിജിത്ത്, യു.ഡി.എഫ് ജില്ലാ ചെയർമാൻ കെ. ബാലനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. Surprise! Happy birthday! Friends and party time, flavors and party time. Friends and party time, flavors and party time. A party party. A party party now. Ice cream party time. Just come in, taste it, you love it. Milma ice cream. Friends and nothing flavors. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻസിന്റെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ ദിനം ഡിസംബർ 20 കോഴിക്കോട്ട് ആചരിക്കും. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ. ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്യും. ആദരിക്കലും അവാർഡ് വിതരണവും ചടങ്ങിൽ നടക്കും. This year 2025 ഡിസംബർ 20 കോഴിക്കോട് ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രീസ് അശോകപുരത്ത് വെച്ച്
10 മണി തൊട്ട് 2 മണി വരെ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ഡേ ആചരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വീക്ക് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 20 ശനിയാഴ്ച കോഴിക്കോട് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഹാളിൽ വെച്ച് മനുഷ്യാവകാശ ദിനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ആക്ടിംഗ് ചെയർമാനും ജുഡീഷ്യൽ മെമ്പറുമായ കെ ബൈജുനാഥ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ളവരും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകരും പങ്കെടുക്കും. ചടങ്ങിൽ സമൂഹത്തിൽ മികച്ച വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും. മനുഷ്യാവകാശ സെമിനാറിൽ പങ്കെടുക്കുന്ന നിയമ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ പരിപാടിയിൽ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ HRF സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിനി കൃഷ്ണ, അഡ്വക്കേറ്റ് പ്രജീഷ് തുരുത്തിയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു സൊല്യൂഷൻ, എല്ലാവരും കാട്ടാന ശല്യം ഉണ്ട് എന്ന് പറയുന്നു, അല്ലെങ്കിൽ വൈൽഡ് ആനിമൽ അറ്റാക്ക് ഉണ്ട് എന്ന് പറയുന്നു. അതിന്റെ ഒരു പ്രശ്നമായി നിൽക്കുള്ളൂ, അതിന്റെ സൊല്യൂഷൻസിലേക്ക് ആരും എത്തുന്നില്ല. അത്തരം കാര്യങ്ങളിൽ ഒരു ഡിഫറെന്റ് അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കൊല്ലം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് സിറ്റി സർവീസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭരണസമിതി അംഗമായി വി സജീവിനെ തെരഞ്ഞെടുത്തു. 17/12/2025 ഭരണസമിതി തീരുമാനപ്രകാരമാണ് തെരഞ്ഞെടുത്തതെന്ന് ജനറൽ മാനേജർ സാജു ജെയിംസ് പറഞ്ഞു. ചാലപ്പുറം അച്യുതൻ ഗേൾസ് LP സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസവും ഗവൺമെന്റ് ഗണപത് ബോയ്സ് HSSൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും നേടിയ വി സജീവ് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നും കൊമേഴ്സിൽ ബിരുദം പൂർത്തിയാക്കി. തുടർന്ന് മംഗളം ദിനപത്രത്തിൽ പ്രൂഫ് റീഡറായി. ചാലപ്പുറം രക്ഷാസമിതി പ്രവർത്തകൻ, സ്ഥാപക ജോയിന്റ് സെക്രട്ടറി, 12 വർഷമായി ചാലപ്പുറം രക്ഷാസമിതി സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ യോഗാസന സ്പോർട്സ് അസോസിയേഷൻ സെക്രട്ടറി, ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് ഈസ്റ്റ് സെക്രട്ടറി തുടങ്ങി ചാലപ്പുറത്തെയും സമീപ പ്രദേശങ്ങളിലെയും സാമൂഹിക, സാംസ്കാരിക, കലാരംഗത്തിലുള്ള നിരവധി സംഘടനകളിലൂടെ പൊതുരംഗത്ത് സജീവമായി. സന്നദ്ധ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ മേഖലകളിലും സജീവമാണ് വി സജീവ്. ബോംബെ ആസ്ഥാനമായ പാർക്കർ ട്രാവൽ ഏജൻസിയുടെ ബ്രാഞ്ച് മാനേജരായി കഴിഞ്ഞ 31 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സജീവ് കാലിക്കറ്റ് സിറ്റി സർവീസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭരണസമിതി അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടതായി ജനറൽ മാനേജർ സാജു ജെയിംസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർഗാലയ അന്താരാഷ്ട്ര കലാകരകൗശല മേള ഡിസംബർ 23 മുതൽ ജനുവരി 11 വരെ ഇരിങ്ങൽ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിൽ നടക്കും. ഇന്ത്യക്ക് പുറമെ 15 വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള കരകൗശല വിദഗ്ധരും മേളയിൽ പങ്കെടുക്കും. കഴിഞ്ഞ 12 എഡിഷനുകളിലായി കേരളത്തിലെ കരകൗശല മേഖലയും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലെ കരകൗശല മേഖലയും അതുപോലെ വിനോദസഞ്ചാര മേഖലയും നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ, അത് പ്രചോദനമാകുന്ന രീതിയിലുള്ള ഒരു അന്തർദേശീയ കരകൗശല മേളയാണ് ഇരിങ്ങലിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ മേളയുടെ ഭാഗമായി കരകൗശല പ്രദർശനം, കൂടാതെ ഹാൻഡ്ലൂം തീം പവലിയൻ, കേരളീയ ഭക്ഷ്യമേള, ഫ്ലവർ ഷോ, അതേപോലെ തന്നെ രാജസ്ഥാൻ സംസ്ഥാനത്ത് നിൽക്കുന്ന പ്രത്യേക ഭക്ഷ്യവിഭവങ്ങളുടെ ഒരു മേള, ഹാൻഡ്ലൂം ഫാഷൻ ഷോ, ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമുള്ള കരകൗശല വിദഗ്ധർക്ക് അവരുടെ സൃഷ്ടികൾ വിപണനം ചെയ്യുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനുമുള്ള വേദിയാണ് സർഗാലയ അന്താരാഷ്ട്ര കരകൗശലമേള. ഈ വർഷം വൈവിധ്യമാർന്ന കരകൗശല പാരമ്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 300ഓളം കരകൗശല വിദഗ്ധർ മേളയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ഗ്രാമീണ കരകൗശല വിദഗ്ധരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് മേള സംഘടിപ്പിക്കുന്നത്. മേളയുടെ ഉദ്ഘാടനം ഡിസംബർ 25 വൈകിട്ട് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. 15 വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കരകൗശല വിദഗ്ധർ അവരുടെ ഉൽപ്പന്നങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി 15 രാജ്യങ്ങളിൽ നിന്നും കരകൗശല വിദഗ്ധർ സർഗാലയിൽ എത്തുന്നുണ്ട്. കൂടാതെ ഇന്ത്യയിലെ 18 പരം സംസ്ഥാനങ്ങളിൽ നിന്നും കരകൗശല വിദഗ്ധർ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം 300ഓളം കരകൗശല വിദഗ്ധരാണ് ഈ മേളയുടെ ഭാഗമായി അവരുടെ കരവിരുതുകൾ പ്രദർശിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഷാജു ജോണിന്റെ ദ ലിവിംഗ് ക്യാൻവാസ് ഫോട്ടോ പ്രദർശനത്തിന് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. കൽപ്പറ്റ നാരായണൻ, സുനിൽ അശോകപുരം, കെ സെബാസ്റ്റ്യൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. UN ഏജൻസികളുടെ ഒട്ടേറെ പ്രൊജക്ടുകൾക്കായി ഫോട്ടോകൾ പകർത്തിയിട്ടുള്ള മാതൃഭൂമിയുടെ മുൻ ഫോട്ടോഗ്രാഫർ കൂടിയായ ഷാജു ജോണിന്റെ 40ഓളം ഫോട്ടോകളുടെ പ്രദർശനമാണ് ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചത്. വിവിധ പ്രൊജക്ടുകളുടെ ഭാഗമായി ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് ഷാജു ജോൺ പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത്. ഉപ്പുപാടത്തെ തൊഴിലാളികൾ, തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന പ്രായമായ സ്ത്രീകൾ, മുളകുണക്കുന്ന പണിയെടുക്കുന്നവർ തുടങ്ങി ഒട്ടേറെ ഫോട്ടോകൾ മനം കവരും. പുകച്ചുരുളുകൾ ഊതിവിട്ട് ചിന്താമഗ്നനായിരിക്കുന്നത് ഉൾപ്പെടെ MT വാസുദേവൻ നായരുടെ വിവിധ ഫോട്ടോകളും APJ അബ്ദുൽ കലാം, EMS തുടങ്ങിയവരുടെ ഫോട്ടോകളും പ്രദർശനത്തിലുണ്ട്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കൽപ്പറ്റ നാരായണൻ, സുനിൽ അശോകപുരം, കെ സെബാസ്റ്റ്യൻ എന്നിവർ ചേർന്ന് വിളക്ക് കൊളുത്തിക്കൊണ്ട് നിർവഹിച്ചു. പോൾ കല്ലാനോട് അധ്യക്ഷനായിരുന്നു. ലോകം ഇങ്ങനെ നമുക്ക് ചുറ്റും നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയവും അവഗണിക്കപ്പെട്ടതുമായി കഴിയുമ്പോൾ ഒരാൾ ഒരു പ്രത്യേക കണ്ണുകൊണ്ട്, അത് ക്യാമറ കണ്ണ് എന്ന് ഞാൻ പറയില്ല, അത് മനുഷ്യാത്മാവിന്റെ ഒരു പ്രത്യേക ദൃഷ്ടിയാണ്. അതിലൂടെ നോക്കുന്നു, കാണുന്നു. നമ്മൾ കണ്ട ലോകത്തു നിന്ന് നമ്മൾ കാണാത്ത ഒരു ലോകത്തെ നമുക്ക് കാണിച്ചു തരുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അന്തരിച്ച ചിത്രകാരന്മാരായ KG ഹർഷൻ, സുജിത് കുമാർ എന്നിവരെ അനുസ്മരിച്ച് VCN ബാബു പ്രഭാഷണം നടത്തി. കരുണാകരൻ പേരാമ്പ്ര, പ്രശാന്ത് നിർമ്മല്ലൂർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എഡ്വിൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഗ്രാൻഡ് ജോബ് എക്സ്പോ ഡിസംബർ 20 കല്ലായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9947 471 702 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂരും കോഴിക്കോടും കൊച്ചിയിലുമായിട്ട് 3 ബ്രാഞ്ചുകളായും ഇന്ത്യയിലും വിദേശത്തുമായി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ജോബ് ട്രെയിനിങ് നടത്തി വരുന്ന ഒരു സ്ഥാപനമാണ്. എഡ്വിൻ അക്കാദമിയുടെ ഒരു റാപ്പിഡ് എംപ്ലോയ്മെന്റ് ഫെസിലിറ്റേഷൻ ഇനീഷ്യേറ്റീവ് ആണ് ഉദ്യോഗ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. എല്ലാ വർഷവും ഡിസംബർ മാസം സംഘടിപ്പിക്കുന്ന ഈ ഒരു ഇവന്റില് കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രോഗ്രാമുകളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എഡ്വിൻ അക്കാദമിയുടെ റാപ്പിഡ് എംപ്ലോയ്മെന്റ് ഫെസിലിറ്റേഷൻ ഇനീഷ്യേറ്റീവ് ആയുള്ള ഉദ്യോഗ് 26ന്റെ ഭാഗമായാണ് ജോബ് എക്സ്പോ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ പറഞ്ഞു.
വിവിധ ഇൻഡസ്ട്രിയിൽ നിന്നുമായി 120ഓളം കമ്പനികൾ ഓൺലൈനായും ഓഫ്ലൈനായും ഇന്റർവ്യൂകൾ നടത്തും. ആകെ 260 തസ്തികകളിലേക്കായി 1200ഓളം വേക്കൻസികളാണ് കമ്പനികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാവിലെ 10 മുതൽ ആരംഭിക്കുന്ന ജോബ് എക്സ്പോയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്കും അല്ലാത്തവർക്ക് സ്പോട്ട് രജിസ്ട്രേഷനിലൂടെയും പങ്കെടുക്കാം. ഓഫ്ലൈനായി രജിസ്റ്റർ ചെയ്ത 50ഓളം കമ്പനികളുടെ പ്രതിനിധികൾ നേരിട്ട് വന്നാണ് ഇന്റർവ്യൂകൾ സംഘടിപ്പിക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. ജോബ് ഫെസ്റ്റിന്റെ മുന്നോടിയായി നടക്കുന്ന കരിയർ പ്രോഗ്രാമുകളുടെ സമാപനവും ഗ്രാൻഡ് ജോബ് എക്സ്പോയുമാണ് ഡിസംബർ 20 നടക്കുന്നതെന്നും സംഘാടകർ വിശദീകരിച്ചു. 50ഓളം കമ്പനികളാണ് നേരിട്ട് ആ കമ്പനികളുടെ പ്രതിനിധികൾ വന്നിട്ട് ശനിയാഴ്ച ഈ ഒരു ജോബ് എക്സ്പോ നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ എഡിൻ അക്കാദമി MD ഡോക്ടർ മുഹമ്മദ് അമീൻ, ഇ ജംഷീർ, VS ശ്രീനാഥ്, PK റഫ്ന എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിശ ക്ലബ്ബ് സംസ്കാരം നമ്മുടെ സംസ്കാരത്തെയും കുടുംബജീവിതത്തെയും തകർക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം പുനഃസ്ഥാപിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചെന്നാരോപിച്ച് കോഴിക്കോട് നഗരത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം. സർഗാലയ അന്താരാഷ്ട്ര കലാ കരകൗശലമേള ഡിസംബർ 23 മുതൽ ജനുവരി 11 വരെ ഇരിങ്ങലിൽ. കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതിയിലേക്ക് വി സജീവ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.